الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്ത് ഹൂദിലെ 8-ാമത്തെ സൂക്തമാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن أخرنا عنهم العذاب إلى أمة معدودة ليقولن ما يحبسه ألا يوم يأتيهم ليس مصروفا عنهم وحاق بهم ما كانوا به يستهزئون. ولئن أخرنا നാം വൈകിപ്പിച്ചാൽ, നാം പിന്തിപ്പിച്ചാൽ, അൻഹും അവരിൽ നിന്ന് അൽ അദാബ ശിക്ഷയെ, ഇലാ ഉമ്മത്തിൻ മഅദൂദ ഒരു നിശ്ചിത കാലം വരേക്കും, ല യഖൂലുന്ന അപ്പോൾ അവർ ചോദിക്കും, മാ യഹ്ബിസുഹു എന്തിനാണ് അതിനെ തടഞ്ഞു വച്ചിരിക്കുന്നത്. അലാ അറിയണം, യൗമ യഅ്തീഹിം അത് വരുന്ന ദിവസം, അത് അവർക്ക് വരുന്ന ദിവസം, ലൈസ മസ്റൂഫൻ അൻഹും അവരിൽ നിന്നത് തടയപ്പെടുന്നതല്ല, തിരിച്ചുവിടപ്പെടുന്നതല്ല. വഹാഖ ബിഹിം അവരെ പിടികൂടുകയും ചെയ്യും. മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അവർ ഏതൊന്നിനെയാണോ പരിഹസിച്ചിരുന്നത് അത്. ഒന്നുകൂടെ അർത്ഥം പറയാം. വലഇൻ അഖർനാ അൻഹുമുൽ അദാബ അവരിൽ നിന്ന് നാം ശിക്ഷയെ പിന്തിച്ചാൽ, വൈകിപ്പിച്ചാൽ, ഇലാ ഉമ്മത്തിൻ മഅദൂദ നിർണിതമായ നിശ്ചിതമായ കാലത്തേക്ക്, അല്ലെങ്കിൽ അല്പകാലത്തേക്ക്, ല യഖൂലുന്ന അപ്പോൾ അവർ ചോദിക്കും, മാ യഹ്ബിസുഹു എന്താണ് അതിനെ തടഞ്ഞു വച്ചിരിക്കുന്നത്. അലാ അറിയുക, യൗമ യഅ്തീഹിം ആ ശിക്ഷ വരുന്ന ദിവസം, ലൈസ മസ്റൂഫൻ അൻഹും അവരിൽ നിന്നത് തിരിച്ചു വിടപ്പെടുന്നതല്ല, തെറ്റിക്കപ്പെടുന്നതല്ല. വഹാഖ ബിഹിം അവരെ പിടികൂടുകയും ചെയ്യും. മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അവർ ഏതൊരു സംഗതിയെ പരിഹസിച്ചിരുന്നുവോ അത്. കഴിഞ്ഞ സൂക്തത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, നിങ്ങൾ മരണാനന്തരം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഇഹലോകത്തിലെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ലോ, ഇതൊരു മാരണക്കാരൻ്റെ വർത്തമാനമാണ്, അങ്ങനെ ഓരോ അബദ്ധങ്ങൾ വിളിച്ചു പറയുകയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ നിന്ന് വിട്ട് പിന്നെ പരിഹാസം അങ്ങനെ വളർന്നു പോവുകയാണല്ലോ. കഥകളും ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അവസാനം അവർ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ പറയുന്നത് പ്രകാരം, ഈ മുഹമ്മദ് നബി പറയുന്നത് പ്രകാരം അള്ളാഹു മനുഷ്യരെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്താ ശിക്ഷിക്കാത്തത്? ഞങ്ങൾ മുഹമ്മദ് നബിയെ തള്ളിക്കളയുകയാണ്, ഞങ്ങൾ ഖുർആനിനെ നിഷേധിക്കുകയാണ്, മുഹമ്മദ് നബി പറയുന്ന നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ആരാധനാകർമ്മങ്ങളൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, പിന്നെന്താ ഞങ്ങളെ ശിക്ഷിക്കാത്തത്? ഒരു പരിഹാസമാണ്, ഒരു വെല്ലുവിളിയാണ്. ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, വലഇൻ അഖർനാ അൻഹുൽ അദാബ നമ്മൾ അവരിൽ നിന്ന് ശിക്ഷയെ വൈകിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പിന്തിപ്പിച്ചിടുക. പെട്ടെന്ന് പിടികൂടാത്തത് അള്ളാഹുവിന് അവരോട് ദയയുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിന് അവരോട് ദാക്ഷിണ്യമുള്ളത് കൊണ്ടാണ്. അല്പകാലത്തേക്ക് ശിക്ഷ വൈകുന്നു, ഒരുപക്ഷെ ഈ ലോകത്ത് പിടികൂടപ്പെട്ടില്ലെന്ന് തന്നെ വരും. എന്നാൽ പോലും അത് അവരോട് അള്ളാഹു ചെയ്യുന്ന കരുണയാണ്, അള്ളാഹുവിന് മനുഷ്യരോടുള്ള സ്നേഹമാണ്, അവർക്ക് നന്നാവാനുള്ള അവസരം.
ഇനി സമയമുണ്ടല്ലോ, അവരല്പം കൂടെ ഒന്ന് ചിന്തിച്ചെങ്കിലോ എന്ന അള്ളാഹുവിൻ്റെ ദാക്ഷിണ്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ ദയ കൊണ്ട്, അള്ളാഹുവിൻ്റെ വാത്സല്യം കൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെ അവധി നീട്ടി ഇട്ട് കൊടുക്കുന്നത്. വല ഇൻ അഖർന അൻഹുമുൽ അദാബ, നാം അവരിൽ നിന്ന് ശിക്ഷ നീട്ടിവെച്ചാൽ, അഖറാന വൈകിപ്പിക്കുക, പിന്തിപ്പിക്കുക, നീട്ടിയിടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇലാ ഉമ്മത്തിൻ മഅദൂദ, ഉമ്മത്തിന് നമ്മൾ പഠിച്ച അർത്ഥം എന്താ? ഒരു പ്രത്യേക ആദർശപ്രകാരം ജീവിക്കുന്ന ജനവിഭാഗം. നമ്മളതിന് സമുദായം എന്ന് പറയും, മുസ്ലിം സമുദായം. ഇവിടെ അതേ ഉമ്മത്തിന് തന്നെ യഥാർത്ഥത്തിൽ അർത്ഥം കാലഘട്ടം എന്നർത്ഥം. സൂറത്ത് യൂസുഫിലും വന്നിട്ടുണ്ട്, വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ, ഒരു കാലം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്ന് പറയുന്നുണ്ട്. ഉമ്മത്ത് അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് എന്നർത്ഥം. ഇല ഉമ്മത്തിൻ മഅദൂദ, മഅദൂദ എന്നുള്ള വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചാൽ അയ്യാമം മഅദൂദാത്ത്, നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അൽ ബഖറയിൽ നിശ്ചിതമായ നിർണിതമായ എണ്ണപ്പെട്ട, അതതാണ് എണ്ണം എന്നാണ് അതിനുണ്ടായതാണ് എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അവരിൽ നിന്ന് ശിക്ഷയെ നമ്മൾ നീട്ടിവെച്ചാൽ യഖൂലുന്ന, അപ്പം അവർ ചോദിക്കും, ഒരു പരിഹാസത്തോടു കൂടി ചോദിക്കാം, മാ യഹ്ബിസു, ഹബ്സ് എന്ന തടവിലാക്കുക എന്നാണ്. ഹബസ മാ എന്താണ്, യഹ്ബിസുഹു അതിനെ തടഞ്ഞു വെച്ചിരിക്കണം. എന്താ അപ്പം ശിക്ഷിക്കാത്തത്? ശിക്ഷ ഉണ്ടാകും പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. എന്തിനാണ് ശിക്ഷയെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? അത്ര കഴിവുള്ളവനാണ് താങ്കളെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്ക് ദൈവത്തോട്. മാ യഹ്ബിസുഹു, എന്താണ് ശിക്ഷയെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. ശിക്ഷ ഉണ്ടാവുകയില്ല എന്നവർ പറയുക. ശിക്ഷ ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ ഇന്നുള്ള കാലത്തുള്ള ആൾക്കാർ പറയുന്ന ശിക്ഷ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം വേണ്ടേ? അതന്നെ ഇല്ല. പിന്നെ ആര് ശിക്ഷിക്കുന്നു, എന്ത് ശിക്ഷിക്കുന്നു? അതൊക്കെ നിങ്ങളുടെ 6-ാം നൂറ്റാണ്ടിലുള്ള ചില വാദഗതികൾ എന്നല്ലാതെ എന്നൊക്കെയാണല്ലോ നാസ്തികരായിട്ടുള്ള ആൾക്കാർ, ദൈവവിരോധികളായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുക. ആണല്ല യഖൂലുന്നമായ ഹബീസു, അതിനെ തടഞ്ഞു വെക്കുന്നത് എന്താണ് യഹ്ബിസുഹു, അതിനെ തടഞ്ഞു വെക്കുന്നത്. ഹബ്സിന് ജയിലിടുക എന്നർത്ഥമുണ്ട്, തടവിലിടുക. അപ്പോൾ ഈ ശിക്ഷയെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഇത്രയും വലിയ ധിക്കാരം പ്രവർത്തിച്ചിട്ട് ഞങ്ങളെ ശിക്ഷിക്കാത്തത് എന്ത് എന്ന് അവർ പരിഹാസത്തോടു കൂടി ചോദിക്കും. അല അത് നമ്മൾ പലവട്ടം പറഞ്ഞതല്ലേ, അറിയുക, ഉണരുക, ശ്രദ്ധിക്കുക. യൗമ യഅ്തീഹിം, അതവർക്ക് വരുമ്പോൾ, ആ ശിക്ഷ അവരിലേക്ക് വരുമ്പോൾ, ലൈസ മസ്റൂഫൻ അൻഹും സ്വറഫ യസ്രിഫു, നമ്മൾ പ്രാർത്ഥിക്കാറില്ല, സൂറത്തുൽ ഫുർഖാനിൽ വന്ന പ്രാർത്ഥനയല്ലേ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. എന്താ ഇസ്രിഫ് അന്നാ, തിരിച്ചു വിടണം, മാറ്റിവിടണം. സ്വറഫ ആ വാക്കാണിത്, അതിനുണ്ടായതാണ് മസ്റൂഫ്, തെറ്റിക്കപ്പെടുന്നത്, തിരിച്ചു വിടപ്പെട്ടത് എന്നൊക്കെയാണ്. ലൈസ മസ്റൂഫൻ അൻഹും, ആ ശിക്ഷ വന്നാൽ പിന്നെ അത് അവരിൽ നിന്ന് തിരിച്ചു വിടപ്പെടുന്നതല്ല, അവരിൽ നിന്ന് മാറ്റിവിടപ്പെടുന്നതല്ല. വഹഖ ബിഹിം, അവരെ പിടികൂടുക തന്നെ ചെയ്യും. ഒരു കാര്യം, കാനു ബിഹി, അവരതിനെ കൊണ്ട് യസ്തഹ്സിഊന, പരിഹസിക്കുന്നവരായിരുന്നു. അപ്പോൾ അവർ പരിഹസിച്ചിരുന്ന ശിക്ഷ അള്ളാഹു തീരുമാനിച്ചാൽ ആ ശിക്ഷ വരികയും അവരെ ഓരോരുത്തരെയും പിടികൂടുകയും ചെയ്യും. ആശയമതാണ്. ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞതിലൊരു 10 ലക്ഷം എന്ന് പറഞ്ഞത് 10 കോടി എന്നാണ്. ഞാൻ നല്ല പരിഭാഷയിൽ വായിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുതന്നെ ശരിയായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ഒരു നിഗമനം മാത്രമാണ്. എന്താ പറഞ്ഞൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത അവസാനത്തെ ബിന്ദുവിലേക്ക് പ്രകാശവർഷം 10 കോടി പ്രകാശവർഷം, അത് ശരിയായ നിഗമനമാവണമെന്നില്ല. ശാസ്ത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അല്ലേ, നമ്മൾ മനസ്സിൽ ഒതുങ്ങാത്തതാണ് ആ കാര്യം. അത്രയും വിശാലമാണ്, അത് അത്ര സൂക്ഷ്മമായ ഒരു എണ്ണമൊന്നുമല്ല. അതിലേറെ എത്രയോ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം തന്നെ എത്രയോ കോടി കിലോമീറ്ററുകളാണ്. ഇത് 10 കോടി പ്രകാശവർഷം എന്നാണ് കേട്ടോ, കൊല്ലം എന്നല്ല. 10 കോടി പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡിലാണല്ലോ 3 ലക്ഷം. എന്നല്ല പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ 10 ലക്ഷം എന്ന് പറഞ്ഞത് ഞാൻ വായിച്ചത് 10 കോടി എന്നാണ് പരിഭാഷയിൽ. ഇന്നലത്തെ നമ്മൾ ആ ഖലഖ സമാവാതി വൽ അർള എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിൽ വായിച്ചതിൽ ഞാൻ ഓർമ്മ പശക കൊണ്ട് പറഞ്ഞതാണ് എന്നർത്ഥം, അതൊന്നും തിരുത്തിയതാണ്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വല ഇൻ അഖർന
അൻഹുമുൽ അദാബ, ശിക്ഷയെ നമ്മൾ മാറ്റിവെച്ചാൽ, അഖറ എന്നാൽ എന്താ? വൈകിപ്പിക്കുക, പിന്തിപ്പിക്കുക. പെട്ടെന്ന് തന്നെ പിടികൂടാതെ പിന്തിപ്പിച്ചാൽ, ഇലാ ഉമ്മത്തിൻ മഅദൂദത്തിൻ, നിശ്ചിതമായ കാലത്തേക്ക് അല്ലെങ്കിൽ അല്പകാലത്തേക്ക്, ല യഖൂലുന്ന, അപ്പോൾ അവർ പരിഹാസത്തോടു കൂടി ചോദിക്കുക, മാ യഹ്ബിസുഹു, എന്താണ് അതിനെ തടഞ്ഞു വച്ചിരിക്കുന്നത്, പിടിച്ചു വച്ചിരിക്കുന്നത്? അല, അറിയുക, യൗമ യഅ്തീഹിം, അതവർക്ക്, ആ ശിക്ഷ അവർക്ക് വരുമ്പോൾ, ലൈസ മസ്റൂഫൻ അൻഹും, അവരിൽ നിന്ന് അത് തെറ്റിക്കപ്പെടുന്നതല്ല, വഹാഖ ബിഹിം, അവരെ പിടികൂടുക തന്നെ ചെയ്യും, മാ കാനു ബിഹി യസ്തഹ്സിഊൻ, അവർ പരിഹസിച്ചു കൊണ്ടിരുന്ന ആ ശിക്ഷ, ഏതൊന്നിനെയാണോ അവർ പരിഹസിച്ചിരുന്നത് അത് അവരെ പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിയിപ്പുകളെ അതിൻ്റെ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ട് ജീവിക്കുകയും അവൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.